اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. തുഅ്തിൽ മുൽക മൻ തശാ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അധികാരം നൽകും. അല്ലേ? ദാലിക ഫദ്ലുല്ലാഹി യുഅ്തി മൻ യശാ. വേറൊരു ഭാഗത്ത് വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അല്ലാഹു തആല ചില ആളുകളെ അവൻ്റെ റഹ്മത്ത് കൊണ്ട് പ്രത്യേകമാക്കും, ഉദ്ദേശിക്കുന്ന ആൾക്കാരെ. അപ്പോൾ പല ഭാഗങ്ങളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആർക്കാ ഉള്ളത്? അല്ലാഹു തആലക്കാണ്. ഒരാളെ വലുതാക്കാനും അധികാരം നൽകാനും ഏത് രൂപത്തിലാക്കാനും അത് അള്ളാഹുവിൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് അവൻ്റെ അടിമകളോട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ലേ? അതിൽ ലോകത്തുള്ള ഒരാൾക്കും കൈകടത്താൻ ഒരവകാശമല്ല, കൈകടത്തിയാൽ നടക്കൂല. കാരണം അത് ഇലാഹായ അള്ളാഹുവിൻ്റെ ഒരു അവകാശമാണ്. അല്ലാഹു തആല അത് ഒരാൾക്കും നൽകിയിട്ടില്ല. നൽകിക്കഴിഞ്ഞാൽ പിന്നെ ഉലൂഹിയത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ത്വരീഖത്തിലേക്ക് വുസൂലായി ഒരു മുരീദ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ അറിയലായിരിക്കും. അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ മനസ്സിലാക്കണം, അള്ളാഹു എന്ന് പറയുന്ന ആ മാധുര്യം അത് അനുഭവിക്കണമെന്നാണ് ഓരോ മുരീദും ആഗ്രഹിക്കുന്നത്. അത് ഇനി ത്വരീഖത്തിലേക്ക് വന്നില്ല എന്ന് കരുതിയിട്ട് അത് ആസ്വദിക്കാൻ കഴിയില്ലേ? ത്വരീഖത്ത് ഇല്ലാത്ത ഒരാൾക്ക് അല്ലാഹു തആലക്ക് അത് കൊടുത്തൂടെ? കൊടുക്കാം. കാരണം ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്, യുക്തി അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകും. ഒന്നുമില്ലാത്ത എത്രയോ ആളുകൾ അല്ലാഹു തആല വലിയ മഖാമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ത്വരീഖത്തിൻ്റെ മശായിഖിൽ നിന്ന് ബൈഅത്ത് വാങ്ങി മുന്നോട്ട് പോകുന്ന ഒരു മുരീദ്, ആ മുരീദിൻ്റെ മനസ്സിൽ എന്താ വേണ്ടത്? ലോകത്തുള്ള സർവ്വ ജീവികളോടും കൃപയുള്ളവനായിരിക്കണം ഒരു മുരീദ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാം റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുരീദന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനങ്ങളിൽ ഏറ്റവും വലുത് എന്താണ്? സർവ്വ ജീവികളോടും റഅഫത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ത്വരീഖത്തിൻ്റെ അഖിലുകാര് അത് ലഭിക്കാത്ത ആളുകളെ കാണുമ്പോൾ ഒരിക്കലും അവർക്ക് എന്തായി തോന്നൂല? ഓലൊരു താഴേക്കിടയിലുള്ള ആൾക്കാരാണ്, ഓൽക്ക് അള്ളാഹുവിനെ തിരിഞ്ഞിട്ടില്ല, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിഞ്ഞിട്ടില്ല എന്ന് തോന്നൂല. കാരണം അള്ളാഹിൻ്റെ റഹ്മത്ത് പ്രവിശാലമാണ്. ത്വരീഖത്തിൻ്റെ മേഖലയിലേക്ക് എത്തി എന്ന് കരുതിയിട്ട് അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല. അല്ലാത്ത ആൾക്കാർക്കും എന്ത് കൊടുക്കാം? അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊടുക്കാം. അതാർക്കാ ലഭിക്കുക എന്ന് പറയാൻ പോലും നമുക്ക് കഴിയോ? ഞാൻ പറഞ്ഞു വരുന്നതിന് ആകത്തുക എന്താണെന്ന് നിങ്ങൾക്ക്, ത്വരീഖത്തിൽ വസൂലായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണെന്നറിയോ? അതിൽ ഇസ്തിഖാമത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. ആ ഒരു ത്വരീഖത്തിൻ്റെ മേഖലയിൽ ഇസ്തിഖാമത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ അത്തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ത്വരീഖത്തിൻ്റെ അമലുകൾ ചെയ്യാൻ അല്ലാഹു തആല അവനക്ക് സൗകര്യം കൊടുത്തു.
വിറുദ് ചെല്ലാൻ 25 മിനിറ്റ് ഓനക്ക് അല്ലാഹു തആല വൈകുന്നേരം സമയം കൊടുത്തു. വദീഫ ചെല്ലാൻ അല്ലാഹു തആല സൗകര്യപ്പെടുത്തി കൊടുത്തു. ഹൈലല ചെല്ലാൻ അല്ലാഹു തആല സൗകര്യപ്പെടുത്തി കൊടുത്തു. 5 വക്ത് നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കാനുള്ള സൗകര്യം അല്ലാഹു തആല കൊടുത്തു. റവാത്തിബ് സുന്നത്തുകൾ എടുക്കാനുള്ള സൗകര്യം അല്ലാഹു തആല കൊടുക്കും. മാതാപിതാക്കളെ പരിപാലിക്കാനും അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യാൻ അല്ലാഹു തആല ഒരു മനുഷ്യന് അവസരം നൽകി. ഇതിനേക്കാൾ വലിയ കറാമത്ത് ഇനി അല്ലാഹു തആല ഒരാൾക്ക് കൊടുക്കാനില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇലാഹാകുന്ന അല്ലാഹു തആലാനെ ഓർത്ത് ഒരു 25 മിനിറ്റ് ആരാണ് ഈ സമയം തരുന്നത്? അല്ലാഹു തആല. അള്ളാന്റെ തൗഫീഖാണത്. വദീഫ ചെല്ലാൻ ആരെ ഓർക്ക? വദീഫ ചെല്ലുമ്പോൾ ആരെയും ഓർക്കണത്? ഇതിന്റെ നിഹായത്ത് ആരിലേക്കാ? അള്ളാഹുവിലേക്കാണ്. എല്ലാത്തിൻ്റെയും നിഹായത്ത് അള്ളാഹുവിലേക്കാണ്. അതിന് അല്ലാഹു തആല അവനക്ക് സൗകര്യം നൽകുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. ഇപ്പം ഇവിടെ ഉള്ള പല ആളുകളും 60 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ഒരുപാട് തിരക്കുകളുണ്ട്, ഒരുപാട് ജോലികളുണ്ട്. എന്നിട്ട് പോലും അത് മാറ്റി വെച്ച് അത്രയും ദൂരം ഓടി ഇവിടെ വന്നിട്ട് ഒരമണിക്കൂർ നമ്മുടെ ഈ സാവിയത്ത് നൂറിൽ വന്നിട്ട് ഇരുന്ന് ഒരുമിച്ച് ദിക്ർ ചെല്ലാനും ഒരുമിച്ച് സ്വലാത്ത് ചെല്ലാനും ഒരുമിച്ച് സ്നേഹം പങ്കിടാനും നമുക്ക് അല്ലാഹു തആല ഒരു അവസരം നൽകി എന്നുള്ളത് അപാര തൗഫീഖാണ്. അതിനേക്കാൾ വലിയ തൗഫീഖ് വേറൊന്നുമില്ല. ഒരു തിജാനിക്കുള്ള ഏറ്റവും വലിയ തൗഫീഖ് അതാണ്. എല്ലാ ആഴ്ചയിലും അവന്റെ ഇഖ്വാനീങ്ങളെ കണ്ടുമുട്ടാനും അവരെ കൂടെ ഇരുന്നിട്ട് ഹൃദയം ഒന്നായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ചില കാര്യങ്ങൾ പറയാനും ഒരാൾക്ക് തൗഫീഖ് ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുരീദന്മാർക്ക് എഴുതിയ ചില കത്തുകളുണ്ട്. ആ കത്ത് നമ്മൾ ബളാ കസാലിയിൽ ഇരിക്കേണ്ട കത്ത്. ആ കത്തിൽ ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവിടുത്തെ മുരീദന്മാരോട്, നീ തിജാനി ഇഖ്വാനീങ്ങളാകുന്ന ആളുകളുമായി ബന്ധപ്പെടാൻ സമയം കണ്ടെത്തുക. അവരുമായി ബന്ധപ്പെടാൻ സമയം കണ്ടെത്തുക. അതിൻ്റെ ഓരോ നിമിഷങ്ങളും വലിയ കൂലുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഇപ്പം ചെയ്യുന്ന അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം, പലതും ഉണ്ടാവാം. അതൊക്കെ നമ്മുടെ അമലിനിക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാകുക എന്നല്ലാതെ അത് കിബിറിന്റെ മേഖലയിലേക്ക് പോകാൻ പറ്റൂല. അത് ഞാനിപ്പോൾ വലിയ മക്കാമിലായതുകൊണ്ടാണല്ലോ ഞാനത് കാണുന്നത്. എൻ്റെ ആ ഏരിയക്ക് ആരും എത്തിയിട്ടില്ലല്ലോ എന്ന തോന്നലാണെങ്കിൽ ഓം ഇപ്പോഴും തുടങ്ങിയെടുത്തുനിന്ന് എന്ത് ചെയ്തിട്ടില്ല, പോന്നിട്ടില്ല. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരാൾ ഈ വിഷയത്തിൽ തിജാനി ത്വരീഖത്ത് ബൈഅത്ത് ചെയ്തിട്ട് എനിക്ക് ഫത്ഹ് ലഭിക്കുന്നില്ല, എനിക്ക് വലിയ മേഖലയിലേക്ക് എത്താൻ കഴിയുന്നില്ല, അതിനെന്ത് വേണം? നമ്മൾ വിറുദ് ചൊല്ലുമ്പോൾ, വദീഫ ചൊല്ലുമ്പോൾ, ഹൈലല ചൊല്ലുമ്പോൾ അതിൽ മുഴുവൻ കോൺസെൻട്രേഷനും എന്തായിരിക്കണം? ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങളിലേക്ക് നൽകി പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മളെ ഹൃദയം ബഹുമാനപ്പെട്ടവർക്ക് സമർപ്പിക്കുമ്പോഴാണ് അവിടുന്ന് മദത് നമ്മളിലേക്ക് എന്ത് ചെയ്യുക, വരിക. അത് പൂർണ്ണമായി നമ്മൾ കൊടുക്കണില്ലേ, ആ മദത് നമുക്ക് കിട്ടൂല. ഞാൻ പറയുന്ന വിഷയം മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇപ്പോൾ വിറുദ്, വദീഫ, ഹൈലല അതിൽ എന്ത് ചെയ്യരുത്, ഒരു ഖലാഉം വരാതെ കൃത്യമായിട്ടത് ചെല്ലാനുള്ള സമയം കണ്ടെത്തുക, സ്ഥലം കണ്ടെത്തുക, അതിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി കണ്ടെത്തുക. അതാണ് ഒരു മുരീദിൻ്റെ, ഒരു ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത ആളുടെ ഏറ്റവും വലിയ കറാമത്ത്. അതേപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ തോന്നണില്ല, ഒരാളെ ആക്രമിക്കാൻ തോന്നണില്ല, ഒരാളെ കുറ്റം പറയാൻ തോന്നണില്ല, ഒരാൾക്ക് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് തോന്നണില്ല. അത് വലിയ തൗഫീഖാണ്, അത് വലിയ അപാര തൗഫീഖാണ്. ഹറാമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കൾ പോകുന്നുണ്ട്, നമ്മുടെ സഹപാഠികൾ പോകുന്നുണ്ട്, നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾ പോകുന്നുണ്ട്. അവരെപ്പോഴും ഹറാമായ കാര്യങ്ങളിലാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിക്കണില്ല. അത് വലിയ തൗഫീഖാണ്, അത് വലിയ തൗഫീഖ് തന്നെയാണ്. ഇപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദി സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹു തആല ചില ആൾക്കാരെ ഇഷ്ടപ്പെടും. എന്നിട്ടോ ഈ അടിമയാണെങ്കിലോ
അള്ളാഹുവിലേക്ക് അങ്ങോട്ട് വല്ലാതെ ചെല്ലൂല. അള്ളാഹു താലാക്കാണെങ്കിലോ ഈ അടിമനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അള്ളാഹു താല എന്ത് ചെയ്യുമെന്നറിയോ? ഈ അടിമക്ക് നല്ലൊരു അസുഖം കൊടുക്കും. അസുഖം കൊടുത്തിട്ട് എനിക്കാരുമില്ല, എൻ്റെ റബ്ബ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ അവനിൽ ഉണ്ടാക്കി അങ്ങനെ മരിപ്പിക്കും. അപ്പൊ എന്തായി? അള്ളാഹു താലാനെ കുറിച്ചുള്ള എല്ലാവിധ ചിന്തകളും ഓൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കെ ഓനെന്ത് ചെയ്യും? മരണപ്പെടും. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ നിങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു താലയിലേക്ക് ഒരാൾ അടുക്കണില്ല, അള്ളാഹു താല ഇങ്ങോട്ട് വല്ലാതെ ഓനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അള്ളാഹു താല ഒരു രോഗം കൊടുക്കുകയാണ്. രോഗം കൊടുത്തിട്ട് ഓനെ കുടുംബക്കാര് നോക്കൂല, കുടുംബക്കാര് കൈയൊഴിഞ്ഞു, ഓനൊന്ന് മരിച്ചെങ്കിലും ഓല ആഗ്രഹിക്കാണ്. ഇദ്ദേഹത്തിനക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കേൾക്കുകയാണ്, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ പോലൊക്കെ ഇത് ചെയ്യണത്. അപ്പോൾ ഓൻ്റെ ശ്രദ്ധ അറിയാതെ പരമ്പൊരുളാകുന്ന അള്ളാഹുവിലേക്ക് അങ്ങോട്ട് തിരിയും. അങ്ങനെ അള്ളാഹു മാത്രമാവും, എനിക്ക് ആരുമില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ ആ സ്നേഹത്തിൽ അള്ളാഹു തആല അവൻ ഇങ്ങോട്ട് എന്ത് ചെയ്യും? പിടിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹുബ്ബ് കൊണ്ട് നമുക്ക് ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ പരിപൂർണമായ മഹബ്ബത്തോടുകൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, മനസ്സിലാവണ്ടോ? മഹബ്ബത്തോടുകൂടെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു രസവും എല്ലാത്തിലും ഒരു ആനന്ദവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. ആ ജീവിതം പിന്നെ വളരെ മനോഹരമായ ജീവിതക്കാരൻ. എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ചിരിച്ചിട്ടേ അവൻ സംസാരിക്കുള്ളൂ. എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ എന്ന വാക്കേ അവന് പറയുള്ളൂ. എന്ത് തിരക്കുകളുണ്ടെങ്കിലും ആ തിരക്കിലൊന്നും മോനെ അള്ളാഹു താലാനെ മറക്കൂല. കാരണം എന്താ? അള്ളാഹു താലാനോട് ഹുബ്ബ് വെച്ചു, തിരിച്ച് അള്ളാഹു താല അതിനേക്കാൾ വലിയ ഹുബ്ബ് അള്ളാഹു താല ഇങ്ങോട്ട് വെച്ചു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അവിടുത്തെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ഒരു ഖുദ്സിയായ ഹദീസ്, അടിമകളെ ഞാൻ നിങ്ങളെ വല്ലാതെ മോഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്നിലേക്കൊന്ന് കടന്നു വരൂ എന്ന് അള്ളാഹു താല പറയുന്ന ഏറ്റവും സുന്ദരമായൊരു വാക്ക്. അത് നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. എപ്പോഴും അള്ളാഹു താല നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെല്ലാ സമയങ്ങളും അള്ളാഹു താലാക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്ന് അള്ളാഹു താല ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെല്ലാ സമയങ്ങളും എന്ത് ചെയ്യാം? അത് ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോണ സമയങ്ങളേക്കാരും, അധ്വാനിക്കുന്ന സമയങ്ങളേക്കാരും, കുട്ടികളോട് ഉപദേശിക്കുന്ന സമയക്കാരും എല്ലാം അള്ളാഹു താലാക്ക് വേണ്ടിയാണ് ആക്കുമ്പോൾ അള്ളാഹു താല അതിലുള്ള എല്ലാ രസങ്ങളും നമുക്ക് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആസ്വദിക്കാനും ആസ്വദിച്ചുകൊണ്ട് മരണപ്പെടാനും അള്ളാഹു താല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.